എന്തെല്ലാം കണ്ടതാണ് ഞാൻ. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാ കൂസലില്ലാതിരുന്നത്? അത് ഇതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇതൊന്നും മേശില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിലേക്ക് കഴിഞ്ഞു, ശാന്തമായി നേരിടാൻ കഴിഞ്ഞു. ഒരഴിമതിയും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല, എന്റെ ഭാഗത്തുണ്ടാവില്ല. അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ സമൻസോ എന്താണ് സമൻസ് കൊടുത്തത്? എവിടെയാ കൊടുത്തത്? ആരെ കയ്യിലാ കൊടുത്തത്? ആർക്കാണ് അയച്ചത്? എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത്? ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ. എന്താ മുഖ്യമന്ത്രി പ്രതികരിക്കുക? മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത്? നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ കടലാസ് കൊടുത്താൽ ഞാൻ പറയണോ? ഏജൻസികൾ ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ? ഇവിടെ തെറ്റായ ഒരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ്. ആ ചിത്രം വരച്ചു കാട്ടുന്ന ഇത്തരം ഒരു ഉദ്ദേശത്തിലാണ്. എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം, സമൂഹത്തിന്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാകുമോ?